കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ബട്ടർ ബിസ്ക്കറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനുവേണ്ട ചേരുവകൾ എന്തെല്ലാമെന്നും നോക്കാം. 120 ഗ്രാം ബട്ടർ, 80 ഗ്രാം പഞ്ചസാര, 1 മുട്ട, 170 ഗ്രാം മൈദ, 1/2 ടീസ്പൂൺ വാനില എസൻസ്. റൂം ടെമ്പറേച്ചറിൽ വെച്ച് മെൽറ്റായ ബട്ടറും പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം. 5 മിനിറ്റ് നേരം പൊടിച്ച പഞ്ചസാരയും ബട്ടറും മയപ്പെടുത്തിയതിനു ശേഷം 1 മുട്ട ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും നല്ലതുപോലെ മയപ്പെടുത്തിയെടുക്കണം. മുട്ട ചേർത്ത് മയപ്പെടുത്തിയ ബാറ്ററിലേക്ക് കുറേശ്ശെയായിട്ട് മൈദ മാവ് ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മുട്ടയും പഞ്ചസാരയും ബട്ടറും മൈദയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്ററിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം നമുക്കിത് കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്യാം. ബട്ടർ ബിസ്ക്കറ്റിന്റെ മാവ് ഒരു സേവനാഴി എടുത്തിട്ട് ഈ സ്റ്റാറിന്റെ അച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് മാവ് നിറച്ച് ഇഡ്ഡലിയുടെ തട്ടിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്യാം. ഗ്യാസ് അടുപ്പിന് മുകളിൽ ഒരു അലുമിനിയം പാത്രം വെച്ചതിന് ശേഷം കുക്കർ അതിന് മുകളിൽ വെച്ച് ഇഡ്ഡലി തട്ടിൽ സെറ്റ് ചെയ്ത ബട്ടർ ബിസ്ക്കറ്റ് അതിലേക്ക് ഇറക്കി വെച്ച് വാഷറും വെയിറ്റും ഇല്ലാതെ കുക്കറിന്റെ അടപ്പ് അടച്ചതിന് ശേഷം നമുക്ക് സിമ്മിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ബട്ടർ ബിസ്ക്കറ്റ് കുക്കറിൽ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഇപ്പം 20 മിനിറ്റോളമായി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ദേ നോക്ക്, നമ്മുടെ ബിസ്ക്കറ്റിന്റെ അരിയൊക്കെ ലൈറ്റ് ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റാം. ബേക്കറികളിൽ നിന്ന് കിട്ടുന്നത് പോലത്തെ ബട്ടർ ബിസ്ക്കറ്റ് റെഡി.